യാസ്മിൽ, ഇത് ടീം UDF ആണ്, ടീം VDS ആണ്. പക്ഷേ അതിൽ കോൺഗ്രസിന്റെ മന്ത്രിമാരുടെ എണ്ണം എടുത്താൽ VD സതീശനെ ഒഴിച്ചു നിർത്തിയാൽ 11-ൽ 8 നിലവിൽ VDക്കൊപ്പമാണ്. 2 പേർ വേണമെങ്കിൽ KCക്കൊപ്പമാണ്. 2 പേർ വേണമെങ്കിൽ നമുക്ക് RCക്കൊപ്പമാണെന്ന് പറയാം. അപ്പോൾ ചുരുക്കത്തിൽ ഇത് വേണുഗോപാലിൻ്റെ കോൺഗ്രസിൻ്റെ മന്ത്രിമാരാണ് എന്നുള്ളതാണ് പൊതുവെ ഉയരുന്ന ഒരു നിരീക്ഷണം. പക്ഷേ അപ്പോഴും ജനീഷിനെ പോലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ, അതേപോലെ KA തുളസി, 2 വനിതകളുടെ സാന്നിധ്യം, സിദ്ദിഖിനെ പോലെ മറ്റൊരു നേതാവിൻ്റെ സാന്നിധ്യം, ഇതൊക്കെയുണ്ട്. റോജി ജോണിനെ പോലെയുള്ള സാന്നിധ്യമുണ്ട്. പക്ഷേ ചാണ്ടിയുമ്മനെ പോലെയുള്ള ഒരു നേതാവിനെ ഒഴിവാക്കിയിരിക്കുന്നു. എങ്ങനെയാണ്? പുതിയ ടീമാണോ? അർഹരായവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അനർഹർ എന്നൊന്നും പറയാനില്ല. ഇതൊരു അസാധാരണ തീരുമാനത്തിലൂടെ വന്നിട്ടുള്ളൊരു മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അസാധാരണ തീരുമാനത്തിലൂടെ വന്നിട്ടുള്ള മുഖ്യമന്ത്രി രൂപീകരിക്കുന്ന ഒരു ക്യാബിനറ്റിനെ നമുക്ക് പുതിയ ക്യാബിനറ്റ് എന്ന് പറയാം. വലിയ പ്രതീക്ഷയോടെയാണല്ലോ ഈ ക്യാബിനറ്റിനെ, ഈ മന്ത്രിസഭയെ കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. 63 പേരാണ് കോൺഗ്രസിൽ നിന്ന് വിജയിച്ചത്. ആ 63 പേരിൽ 12 പേരിൽ ഒരാൾ മുഖ്യമന്ത്രി, 11 മന്ത്രിമാരെ തിരഞ്ഞെടുക്കുക അത്ര എളുപ്പമല്ല. അപ്പോൾ നമ്മൾ മുൻകാലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള പോലെയുള്ള വലിയ തർക്കങ്ങളില്ലാതെ മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞു. ചിലരൊക്കെ പരിഭവം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ VT ബൽറാമിനെ പോലുള്ള ആളുകൾ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ടുകൊണ്ടാണ് അവരുടെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ചില ആളുകൾക്ക് പ്രതിഷേധമുണ്ട്, അമർഷമുണ്ട്. പക്ഷേ എങ്കിൽ പോലും വലിയ പൊട്ടിത്തെറികളില്ലാതെ, വലിയ തർക്കങ്ങളില്ലാതെ കോൺഗ്രസിൻ്റെ മന്ത്രിമാരെ തീരുമാനിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോഴും ഈ പറഞ്ഞതുപോലെ KC വേണുഗോപാലിൻ്റെ ഒരു അപ്രമാദിത്വം, ഒരു വലിയ സാന്നിധ്യം ഈ മന്ത്രിസഭയിലുണ്ട് എന്നുള്ളതാണ്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായില്ല എങ്കിലും, മുഖ്യമന്ത്രി പദം വിട്ടുകൊടുത്തു എങ്കിലും KC വേണുഗോപാലിനൊപ്പം നിന്നിട്ടുള്ള ഏതാണ്ട് 8 പേർ ഈ മന്ത്രിസഭയിലുണ്ട് എന്നുള്ളതാണ്. അക്കാര്യത്തിൽ VD സതീശൻ വലിയ പിടിവാശി പിടിച്ചിട്ടില്ല. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയായല്ലോ. അതുകൊണ്ട് വലിയ പിടിവാശി പിടിച്ചിട്ടില്ല. ആ പിടിവാശി പിടിച്ചിട്ടും കാര്യമില്ല. കാരണം KC വേണുഗോപാൽ ഉൾപ്പെട്ട AICC ആണ് ആരൊക്കെ കേരളത്തിൽ മന്ത്രിമാരാകണം എന്ന കാര്യത്തിൽ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ KC വേണുഗോപാലിനൊപ്പം നിന്നിട്ടുള്ള ഇപ്പോൾ AP അനിൽകുമാർ ആയിക്കോട്ടെ, സണ്ണി ജോസഫ് ആയിക്കോട്ടെ, PC വിഷ്ണുനാഥ് ആയിക്കോട്ടെ, M ലിജു ആയിക്കോട്ടെ, ഇപ്പോൾ OJ ജനീഷ്, അതുപോലെ റോജി ആണെങ്കിലും, അതുപോലെ ബിന്ദു കൃഷ്ണയാണെങ്കിലും, എല്ലാവരും അങ്ങനെ 8 പേർ KC പക്ഷക്കാരാണ്. KC പക്ഷക്കാർ ഈ മന്ത്രിസഭയിൽ വന്നു എന്നതാണ്. അവിടെ രമേശ് ചെന്നിത്തല 2 പേർക്ക് വേണ്ടി പിടിമുറുക്കിയിരുന്നു. ഒന്ന് അൻവർ സാദത്തിന് വേണ്ടിയും IC ബാലകൃഷ്ണന് വേണ്ടിയും. IC ബാലകൃഷ്ണൻ 2ാം ടേം എന്നുള്ള നിലയിൽ അദ്ദേഹം മന്ത്രിസഭയിൽ വരും. പക്ഷേ ആദ്യ ടേം അദ്ദേഹത്തിനില്ല. അൻവർ സാദത്ത് മന്ത്രിസഭയിൽ നിന്ന് ആദ്യ ഘട്ടത്തിലൊക്കെ തന്നെ കാര്യമായി പരിഗണിച്ചതാണ്. അൻവർ സാദത്തിന് വേണ്ടി ശക്തമായി ചെന്നിത്തല വാദിച്ചുവെങ്കിലും അദ്ദേഹം വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുവെങ്കിൽ പോലും പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടൽ കൊണ്ട് സിദ്ദിഖ് വയനാട്ടിൽ നിന്ന് മന്ത്രിസഭയിലേക്ക് വന്നതോടുകൂടി അൻവർ സാദത്തിൻ്റെ പേര് വെട്ടേണ്ടി വന്നതാണ്. മാത്രമല്ല ഇതിലൊരു സാമുദായിക പ്രാതിനിധ്യം കണക്കിലെടുത്താൽ 6 പേരാണ് മുസ്ലിം സമുദായത്തിൽ നിന്ന് വരുന്നത്, 6 പേരാണ് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് വരുന്നത്. അപ്പോൾ ആ സിദ്ദിഖ് കൂടി വരുമ്പോഴാണ് 6 പേരാകുന്നത്. മുസ്ലിം ലീഗിൻ്റെ 5 മന്ത്രിമാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു സാമുദായിക പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സ്വാഭാവികമായും അൻവർ സാദത്തിൻ്റെ പേര് മാറ്റേണ്ടി വന്നു. അപ്രതീക്ഷിത എൻട്രിയാണ് നേരത്തെ പറഞ്ഞതുപോലെ KA തുളസിയുടേത്, അതുപോലെ തന്നെ റോജിയുടേത്, വേണമെങ്കിൽ നമുക്ക് OJ ജനീഷിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ പറയാം. ഇവരൊക്കെ തന്നെ പാലക്കാടിൻ്റെ പ്രാതിനിധ്യമാണ് KA തുളസിയിലൂടെ കാണുന്നത്. അവിടെ പക്ഷേ VT ബൽറാം കാര്യമായി തന്നെ ശ്രമിച്ചിരുന്നു, പക്ഷേ കിട്ടിയില്ല. KC വേണുഗോപാലിനൊപ്പം ഓടുകയും പക്ഷേ ഓടിയെത്തിയത് VD സതീശനിലേക്കാണ്. പക്ഷേ ആ ഒരു നിലപാടിൻ്റെ കാര്യത്തിലാകാം, ഉള്ള ഒരു അവസരവാദ നിലപാടാകാം ഒരുപക്ഷെ VT ബൽറാമിനെ വെട്ടാനുള്ള ഒരു കാര്യത്തിലേക്ക്, ഒരു നീക്കത്തിലേക്ക് എത്തിയത്. ഏതായാലും KC വേണുഗോപാലിനൊപ്പം ഉറച്ചു നിന്നിട്ടുള്ള നേതാക്കൾക്ക് വലിയ പ്രാതിനിധ്യം ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു ക്യാബിനറ്റിലേക്ക് വരുമ്പോൾ, ഒരു മന്ത്രിസഭ അധികാരത്തിലേക്ക് വരുമ്പോൾ ഇനി പക്ഷം എന്നൊന്നുമില്ല. ഇതൊരു സർക്കാരാണ്. അപ്പോൾ ആ സർക്കാരിനെ ഇനി കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കാൻ പോകുന്നത് വലിയ പ്രതീക്ഷയോടെയാണ്. വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയാണ്, പഞ്ച് ഡയലോഗുകൾ അടിച്ചുകൊണ്ടാണ് ഏതായാലും ഈ സർക്കാർ അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ അധികാരത്തിലേക്ക് വരുമ്പോൾ ഇനി ഉടൻ നടപ്പാക്കാൻ പോകുന്നത് ആദ്യ ക്യാബിനറ്റിൽ എന്തൊക്കെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയിപ്പോൾ ബജറ്റ് വരാൻ പോകുന്നു. ആ ബജറ്റിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ, അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രതീക്ഷകൾ അതുപോലെ തന്നെ ഉറപ്പാക്കി മുന്നോട്ട് പോകാൻ ഈ സർക്കാരിന് കഴിയണം എന്നുള്ള വലിയ വെല്ലുവിളിയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ആരോഗ്യവകുപ്പിൽ എതിരെ ഉയർത്തിയിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളുണ്ട്. അപ്പോൾ ആരാണ് ആരോഗ്യ വകുപ്പ് ഏറ്റെടുക്കുക എന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ വകുപ്പുകൾ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം വരുന്നതേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും നിലവിൽ K മുരളീധരനായിരിക്കും ആരോഗ്യമന്ത്രി എന്നൊക്കെയുള്ള സൂചനകൾ വരുന്നുണ്ട്. ഒരുപക്ഷെ ആരോഗ്യ വകുപ്പിനെതിരെ ഏറ്റവും രൂക്ഷമായി വിമർശനം ഉന്നയിച്ചിട്ടുള്ള
നേതാവാണ് കെ മുരളീധരൻ, വീണ ജോർജിനെയൊക്കെ തന്നെ. അപ്പോൾ അദ്ദേഹം തന്നെ ആരോഗ്യ വകുപ്പ് ഏറ്റെടുക്കുമോ എന്നൊക്കെ അറിയാൻ നമുക്ക് കാത്തിരിക്കാം. ഏതായാലും എങ്ങനെയായിരിക്കും ഈ മന്ത്രിസഭ മുന്നോട്ട് പോവുക, ജനകീയ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയായിരിക്കും, പ്രത്യേകിച്ച് ഇന്നലെ പറഞ്ഞതുപോലെ KSRTCയിൽ വനിതകൾക്കുള്ള സൗജന്യ യാത്ര അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ തുടക്കത്തിൽ തന്നെ ഈ മന്ത്രിസഭ നടപ്പാക്കുമോ, അതുപോലെ ആശാ വർക്കർമാർക്കുള്ള ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമോ, ആദ്യ ക്യാബിനറ്റിൽ തന്നെ ഉണ്ടാകുമോ, ഇതൊക്കെയാണ് ആകാംക്ഷയോടെ എല്ലാവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെയുള്ള ജനപ്രിയ തീരുമാനങ്ങൾ ഉണ്ടായില്ല എങ്കിൽ ഒരുപക്ഷെ ഈ ഒരു പുതിയുഗ ക്യാബിനറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വിലയിരുത്തുന്നത് അതുപോലെ വിലയിരുത്താൻ കഴിയാത്ത രീതിയിലുള്ള ജനരോക്ഷം ഈ സർക്കാരിന് നേരിടേണ്ടി വരും. അതൊക്കെ മുൻകൂട്ടി കണ്ട് കരുതലോടെയായിരിക്കും ഒരുപക്ഷെ VD സതീശൻ മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെയാണ് ഈ ക്യാബിനറ്റിലെ ഒരു വെല്ലുവിളി. സംഘടന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം എന്ത് പ്രശ്നമുണ്ടാകുമ്പോഴും, വീഴ്ചയുണ്ടാകുമ്പോൾ കൂടെ നിൽക്കാനും ഉയർച്ചയുണ്ടാകുമ്പോൾ കൂടെ നിൽക്കാനും ഒക്കെ സംഘടന വേണം. അപ്പോൾ സംഘടനയെ കൂടെ നിർത്താനുള്ള നീക്കങ്ങൾ കൂടി VD സതീശനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയായിരിക്കും. കാരണം പാർട്ടി ഒപ്പം കൊണ്ടുവരണം, പാർട്ടി ഒപ്പം നിർത്തണം. കാരണം വലിയ പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോകേണ്ടി വരും, വലിയ പ്രതിപക്ഷ ആക്രമണങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ അവിടെയൊക്കെ തന്നെ പാർട്ടി കൂടെ നിൽക്കണം. അപ്പോൾ പാർട്ടിയെ കൂടെ നിർത്താനുള്ള നീക്കങ്ങൾ കൂടി വരും ദിവസങ്ങളിൽ VD സതീശനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയാകും. അപ്പോൾ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ, പുതിയ കാലാവസ്ഥയിൽ ഈ വെല്ലുവിളികളെ മുന്നോട്ട് പോകാൻ VD സതീശന് കഴിയും എന്ന് പ്രതീക്ഷിക്കാം. ആ അർത്ഥത്തിൽ നമുക്കൊരു പുതുയുഗ യാത്ര VD സതീശൻ തുടങ്ങുകയാണ് നാളെ മുതൽ എന്ന് നമുക്ക് പറയാം. ഓക്കെ. Meet the editors.